ഹലോ നമസ്കാരം. നിങ്ങൾക്ക് എത്ര അസിസ്റ്റന്റ്മാരുണ്ട്? അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്ന എത്ര അസിസ്റ്റന്റ്മാരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. മിക്ക ആളുകളുടെയും ആൻസേഴ്സ് 0 അല്ലെങ്കിൽ നോ എന്നായിരിക്കും. പക്ഷേ ഇനി മുതൽ നമ്മൾ ഇതൊന്നും പറയാൻ പറ്റില്ല. അതായത് നമ്മൾക്ക് ഏത് ആവശ്യമാണോ ഉള്ളത് അതിന് അനുസരിച്ചുള്ള അസിസ്റ്റന്റ്മാരെ നമ്മൾക്ക് നിർമ്മിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ മെൻറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മെൻറ്ററോട് നിങ്ങൾക്ക് നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കാം. അത് പേഴ്സണലി ആവാം, പ്രൊഫഷണലി ആവാം. അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ മെൻറ്ററുടെ സഹായത്തോടെ നിങ്ങളുടെ ലൈഫോ കരിയറോ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഫിറ്റ്നസ് ട്രെയിനറെ വേണോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ യോഗ ട്രെയിനറെ വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ കണ്ടന്റ് റൈറ്റർ വേണോ, ഇതൊക്കെ നമ്മൾക്ക് നിർമ്മിക്കാൻ പറ്റും ഒരു AI ടൂൾ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള AI അസിസ്റ്റന്റ്മാരെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, കുറേ ആളുകൾ കമൻറ്റിലൂടെ ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു AI അസിസ്റ്റൻ്റ് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളുടെ ഗൂഗിൾ തന്നെയാണ്, ജെമിനിയിലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഈ സെയിം ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ പെർപ്ലെക്സിറ്റിയിലുണ്ട്. പെർപ്ലെക്സിറ്റിക്ക് ഇതിന് പറയുന്ന പേര് സ്പേസ് എന്നുള്ളതാണ്. ഗൂഗിളാണ്, ജെമിനിയാണ് ഒന്നുകൂടെ ഇതിൽ ബെറ്റർ ആയിട്ട് എനിക്ക് ഉപയോഗിച്ചപ്പോൾ ഗുഡായിട്ട് തോന്നിയത്. വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഗൂഗിളിൽ കയറിയിട്ട് ജെമിനി ഓപ്പൺ ചെയ്യുക. ജെമിനി നിങ്ങൾക്ക് ആപ്പിലും ഈ സെയിം ഫങ്ഷൻസ് ഉണ്ട്, വെബിലും നിങ്ങൾക്ക് ഈ സെയിം ഫങ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതാ ന്യൂ ചാറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജെംസ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടാകും, എക്സ്പ്ലോർ ജെംസ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾക്ക് ഇത് ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഓരോ ജെംസുകളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ ജെം എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ജെമ്മിന് അല്ലെങ്കിൽ ഈ ഒരു AI അസിസ്റ്റൻറ്റിന് എന്ത് പേരാണോ നമ്മൾ വിളിക്കേണ്ടത് ആ പേര് നമ്മൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ മെൻറ്ററെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഫഷണൽ മെൻറ്റർ എന്നുള്ള ഒരു പേര് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഭാഗമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണോ നമ്മൾക്ക് ആവശ്യം, ഏത് രീതിയിലാണോ നമ്മൾക്ക് ഈ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു അസിസ്റ്റൻ്റ് നമ്മൾക്ക് വർക്ക് ചെയ്ത് തരേണ്ടത്, അത് കൃത്യമായിട്ട് പറയേണ്ടത് ഈ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളൊരു ഭാഗത്താണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ് കൺസൾട്ടിങ് ആണ്, നിങ്ങളൊരു ബിസിനസ് കൺസൾട്ടിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡീഡ് ഉണ്ടാക്കാനുണ്ടാവും, പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനുണ്ടാവും, DPR ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഓരോ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഓരോ ജെമ്മ് വീതം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ടീച്ചറാണ്, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മേക്ക് ചെയ്യാൻ ഒരു ജെമ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ജെമ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങളൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമെയിലുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയൊരു കരിയർ പഠിക്കണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ ഒരു കോഴ്സ് ഇൻസ്ട്രക്ടർ, ഇദ്ദേഹത്തെ എന്നല്ല ജെമ്മിനെ നമുക്കൊരു കോഴ്സ് ഇൻസ്ട്രക്ടറായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പല രീതിയിൽ നമ്മൾക്ക് ഇവിടെ ഈ ഒരു AI ഏജൻറ്റിന് അല്ലെങ്കിൽ ഈ AI അസിസ്റ്റൻറ്റിന് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ റീസെൻ്റായി ഉപയോഗിക്കുന്നത്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് എൻ്റെ ഒരു 2.5 ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതായത് ഷെബീബ് 2.5 എനിക്കുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഒന്നുകൂടി ഈസി ആയിട്ട് വേഗത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ കോണ്ടന്റ് റൈറ്ററെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനോട് പറയണം, നീ പ്രൊഫഷണലി ആയിട്ട് എഴുതണം, റൈറ്റിംഗ് സ്റ്റൈൽ ഫോർമൽ ആവണം. പിന്നെ നമ്മൾക്ക് അത് അതിൻ്റെ ഒരു പേഴ്സോണ, അതായത് അതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ പറയാം. അതായത് ഇപ്പോൾ ഒരു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾ എഴുതുന്ന പോലെ നീ എഴുതണം എന്നൊക്കെ നമ്മൾക്ക് ഇവിടെ പറയാം. അപ്പോൾ ഇവിടെ രണ്ട് വിധത്തിലുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ഉണ്ടാവുക. ഒന്ന്, നമ്മൾക്ക് എഴുതാൻ മടി. ഇനി എഴുതാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കത് ഒരു സെറ്റപ്പ് ആയിട്ടില്ല, അത് ഗുഡായിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഇതിന് രണ്ടിനും പരിഹാരമുണ്ട്. ഒന്ന്, നമ്മൾക്ക് എന്താ വെച്ചാൽ ഇവിടെ റാൻഡായിട്ട് പറയാം, എനിക്കിങ്ങനെ ഒരു റാൻഡായിട്ട് നമ്മുടെ തോട്ട്സുകൾ മൊത്തം ഇവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അതിനൊരു പ്രൊഫഷണൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അവരെന്ത് ചെയ്യും, റീറൈറ്റ് ചെയ്യും. അപ്പോൾ ആ പണിയൊന്നും നമ്മൾക്കില്ല. അല്ലാത്തവർക്ക് എന്താ വെച്ചാൽ ഇവിടെ ജെമിനിയിൽ പോയിട്ട് പറയാം, എനിക്ക് ജെമിനിൻ്റെ ജെമ്മിൽ ഒരു പുതിയ ജെമ്മ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഇന്ന
ആവശ്യങ്ങളാണ് ഉള്ളത്, അതിന് വേണ്ട ഒരു ജെമിനി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് എല്ലാതും നീ എഴുതി തരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ജെമിനിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ആക്ട് ആസ് എ പ്രൊഫഷണൽ മലയാളം ജെം റൈറ്റർ ഫോർ മേക്കിംഗ് മൈ ഓൺ കസ്റ്റമൈസ്ഡ് ജെം ഇൻ എ ജെമിനി. ദ റോൾ ഈസ് professional mentor which is help me to grow myself in all sectors of life, physically, mentally, in all sector. ഇത് ഞാൻ റാൻഡം ആയിട്ട് കൊടുത്ത ഒരു പ്രോംപ്റ്റ് ആണ്. ആ ഒരു പ്രോംപ്റ്റിന് നമ്മൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കോപ്പി ചെയ്യുക, ശേഷം പോയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഫഷണൽ മെൻറ്ററെ നമ്മൾക്ക് എന്ത് ചെയ്യും, ശരിയായിട്ട് കിട്ടും. അത് ഞാനിവിടെ പ്രൊഫഷണൽ മെൻറ്റർ 3 എന്ന് കൊടുക്കുന്നുണ്ട്, കാരണം ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചാറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, നേരെ അതിനോട് തന്നെ ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്ലോർ ജെമ്മിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫഷണൽ മെൻറ്റർ എന്നുള്ള ആ ജെമ്മ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനോട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നും ചോദിക്കാം. നമുക്കൊരു ചോദ്യം ചോദിച്ചു നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ചോദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എല്ലാ ദിവസവും വ്യായാമം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തുടങ്ങാൻ ഒരു മടി. ഈ മടി മാറ്റാൻ എന്തെങ്കിലും വഴികളുണ്ടോ? നമ്മൾ ഈ ഒരു നോർമൽ, ഇതൊക്കെ റിയലിസ്റ്റിക്സ് ആണ്, നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ്. അത് നമ്മൾ ചോദിക്കാതെ ഈ പ്രൊഫഷണൽ മെൻറ്ററോട് എങ്ങനെയുണ്ട് മറുപടി നോക്കാം. ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത് ഇൻഫർമേഷൻ പർപ്പസ് ഓൺലി ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കെയർഫുൾ ആകണം. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചതിന് ശേഷം അത് നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ് ഏത് തരത്തിലുള്ള വ്യായാമമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നടക്കാൻ പോകാനാണോ, ജിമ്മിൽ പോകാനാണോ, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന യോഗ പോലെയുള്ളവയാണോ, പിന്നെ എപ്പോഴാണ് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, രാവിലെയാണോ അതോ വൈകുന്നേരമാണോ. അത് കുറച്ച് ഇങ്ങോട്ട് നമ്മളോട് കുറച്ചുകൂടെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ മെൻറ്ററോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു ഫീൽ നമ്മൾക്ക് ഇതിനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വോയിസ് ഒക്കെ വരുമായിരിക്കും. ഇതിലിപ്പോൾ നിലവിൽ വോയിസ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കുകയാണ്. നമ്മളൊരു പ്രൊഫഷണൽ ഫിറ്റ്നസ് ട്രെയിനറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റിൻ്റെ താഴെ തന്നെ ഞാൻ അടുത്തൊരു പ്രോംപ്റ്റ് കൊടുത്തു. എനിക്കൊരു പേഴ്സണലൈസ്ഡ് ഫിറ്റ്നസ് ട്രെയിനർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അവരൊരു പ്രോംപ്റ്റ് അതിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ കോപ്പി ചെയ്തു, ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ജെമ്മിൽ വന്നു, എന്നിട്ട് ന്യൂ ജെമ്മ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പ്രൊഫഷണൽ ഫിറ്റ്നസ് ട്രെയിനർ, ഓക്കെ, പേര് കൊടുത്തു. ഇനി ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുക. ദെൻ ഇപ്പോൾ കണ്ടോ നമ്മൾ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, സേവ് ചെയ്യുക. ഇനി നമുക്കിതിനോട് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഞാൻ ആഴ്ചയിൽ 4 ദിവസം ജിമ്മിൽ പോകാറുണ്ട്. മസിൽസ് ബിൽഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കൊരു നല്ല വർക്കൗട്ട് സ്പ്ലിറ്റ് തയ്യാറാക്കി തരാമോ എന്നുള്ളതാണ്. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇനി നമ്മളൊന്ന് ചോദിച്ചു നോക്കണം. മലയാളത്തിലാട്ടോ അത് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന് എന്തിട്ടുണ്ട്, മറുപടി കിട്ടിയിട്ടുണ്ട്. ഫിറ്റ് കോച്ചിലേക്ക് സ്വാഗതം. ആഴ്ചയിൽ 4 ദിവസം. ഇനി നമ്മളോട് ഒന്നുകൂടെ മോർ ഇൻഫർമേഷൻസ് ചോദിക്കാനാണ്. അതായത് നമ്മുടെ ഫിറ്റ്നസ് കപ്പാസിറ്റി എത്രയാണ്, എത്ര സമയം നമ്മൾ വർക്കൗട്ട് ചെയ്യും തുടങ്ങിയ മോർ ഡീറ്റെയിൽസ് ചോദിക്കണം. അതായത് എന്താ വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് തരണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള ഐഡിയാസ് വേണം അതിന് വേണ്ടിയിട്ട് ചോദിക്കണം. ഇതുപോലെ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജെമ്മുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജോബ് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സമയത്തും റെസ്യൂമുകൾ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു റെസ്യൂം ബിൽഡറെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളിവിടെ ഓൾറെഡി ഞാൻ കാണിച്ചു തരാം. എക്സ്പ്ലോർ ജെമ്മിൽ വന്നു, പേര് കൊടുക്കുക, ന്യൂ ജെമ്മിൽ കൊടുക്കുക, പേര് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നിടത്ത് നമ്മൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു എളുപ്പം എന്താ വെച്ചാൽ നമ്മളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ ഇതിന് കിട്ടും. ശേഷം നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഇതിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് പറയാം ഈ ജോബിന് വേണ്ട എൻ്റെ റെസ്യൂമുകൾ മേക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോട് പറയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളാണ് ആലോചിച്ച് നോക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്, എവിടെയാണോ നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുള്ളത്, അത്
അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജെമ്മികളെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ തന്നെ ഒരു 2.5 ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് എന്നേക്കാൾ കപ്പാസിറ്റി ഉള്ള വേറൊരു AI അസിസ്റ്റൻറ്റിനെ ഞാൻ എന്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും ഈ ഒരു ജെമ്മിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് AI എങ്ങനെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി എന്ത് ചെയ്യുക, വീഡിയോ എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപകാരപ്പെട്ടതാണെങ്കിൽ പോലും, അതായത് നിങ്ങൾക്ക് ഇത്ര ഹെൽപ്ഫുൾ ആയി, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റിൽ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.